സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. അങ്ങനെ അവസാന മണിക്കൂറുകളിൽ അമേഠിയുടെ കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഇനിമേൽ കുടുംബമണ്ഡലം എന്ന പട്ടികയിൽ അമേഠി ഇല്ല എന്ന്. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയ്ക്ക് മണ്ഡലം കൈമാറി യുപിയിൽ കഴിഞ്ഞ തവണ ജയിച്ച ഏക മണ്ഡലത്തിലേക്ക് റായ്ബറേലിയിലേക്ക് മാറാൻ രാഹുൽ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ പോരാട്ടങ്ങളും ജയിക്കാനുള്ളതാണോ? രാഹുൽ പൊതുവിൽ ഉയർത്തുന്ന രാഷ്ട്രീയ വെല്ലുവിളിക്ക് ചേർന്നതാണോ അമേഠിയിൽ നിന്നുള്ള മാറ്റം? രണ്ടാം തവണയും വിജയിക്കുകയാണെങ്കിൽ രാഹുൽ വയനാട്ടിലെ വോട്ടർമാരോട് എന്തു പറയും? പേടിച്ചോടി എന്ന മോദിയുടെ പരിഹാസത്തിന് മറുപടിയും. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി നിജേഷ് അരവിന്ദ്, CPM പ്രതിനിധി A. സമ്പത്ത്, BJPയിൽ നിന്ന് KV ഹരിദാസ് എന്നിവരാണ്. ആദ്യം നിജേഷ് അരവിന്ദ്, മോദിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന, മോദിക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി നൽകുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടി എന്ന BJP പറയുമ്പോൾ കുറ്റം പറയാനാകും? BJP പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയണം? അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നാണ്. ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു മോദിക്ക് മറുപടി പറയാൻ ഞങ്ങൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലില്ല. കാരണം അദ്ദേഹം നിലവിട്ട സംസാരം മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് BJP ആണ് വിശദീകരിക്കേണ്ടത്. അതുകൊണ്ട് മോദിക്ക് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല. രണ്ട്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്, റായ്ബറേലിയിൽ മത്സരിക്കുന്നു. ഞങ്ങൾക്ക് എന്താ സംഭവം? സോണിയാഗാന്ധി മത്സരിച്ച സീറ്റാണ്, ഇന്ദിരാഗാന്ധി മത്സരിച്ച സീറ്റാണ്, അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇപ്പോൾ അത് ബിനോയ് വിശ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നു. 2 സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് മഹാത്ഭുതമാണോ? വാജ്പേയി 3 സീറ്റ് മത്സരിച്ചു എന്നാണ് കേൾക്കുന്നത്. നരേന്ദ്രമോദി 2 സീറ്റ് മത്സരിച്ചില്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ? ദേശീയ നേതാക്കൾ സ്വാഭാവികമായിട്ട് മത്സരിക്കും. കാരണം അവസാന ദിവസത്തേക്ക് മാറ്റിയത് എന്തുകൊണ്ടാണ്? ഇത്രയ്ക്കും സ്വാഭാവികമാണെങ്കിൽ അമേഠിയിലില്ല, റായ്ബറേലിയിലാണ് എന്ന തീരുമാനം വൈകിയതാണ്. നിജേഷ് അരവിന്ദ്, ഒന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. കഴിഞ്ഞ തവണ സ്മൃതി ഇറാനി 55,000-ൽ പരം വോട്ടുകൾക്ക് തോൽപ്പിച്ച മണ്ഡലമാണ്. അപ്പോൾ തോൽവി ഭയന്നുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടേക്ക് വരാൻ മടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ സാധിക്കുക? അതിനുള്ള തക്ക വാദങ്ങൾ എന്താണ്? അല്ല, ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ എന്നുള്ളതല്ല. ഞങ്ങൾ തോൽവി ഭയന്നിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. രാഹുൽ ഗാന്ധി എന്തിന് തോൽവി ഭയന്ന് പോകണം? ഞങ്ങൾ മത്സരിക്കുന്നു, ഞങ്ങൾക്ക് അത്ര നിസ്സാരമാണ്. റായ്ബറേലിയിൽ ഇന്ന് നോമിനേഷൻ കൊടുത്ത് 1-2 ദിവസം പ്രചരണത്തിന് പോയാൽ മതി എന്ന ആത്മവിശ്വാസമുണ്ട്. ഇന്ത്യ രാജ്യത്തെ മറ്റെല്ലാ സ്ഥലങ്ങളിലും പ്രചരണത്തിന് പോകേണ്ട ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്കുണ്ട്. കഴിഞ്ഞ തവണ യുപിയിൽ ജയിച്ച ഏക മണ്ഡലത്തിലേക്ക്, സുരക്ഷിത മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്? ജനങ്ങളോടുള്ള മറുപടി കൂടിയാണല്ലോ. ജനങ്ങളോട് അതെങ്ങനെയാണ് വിശദീകരിക്കുക നിജേഷ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വളരെ പ്രസ്റ്റീജിയസ് ആയ സീറ്റാണ് റായ്ബറേലി. ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് മത്സരിച്ച സീറ്റാണ്. സോണിയാഗാന്ധി മാറിയ സമയത്ത് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അദ്ദേഹം നോമിനേഷൻ കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഇതിലൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പോലും തോന്നുന്നില്ല. അമേഠിയോ? കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് തീരുമാനം വരികയാണ് അവിടെ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ദീർഘകാലമായി അവിടെ രാഷ്ട്രീയ പ്രവർത്തകർ, സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ കോൺഗ്രസ് നേതാവായ കിഷോരിലാൽ ശർമ്മ മത്സരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഒരാൾക്ക്, ഒരു കോൺഗ്രസ് നേതാവിനോട് മത്സരിക്കാനുള്ള അർഹതയില്ലേ? അദ്ദേഹം മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കും. അപ്പോൾ റായ്ബറേലിയിലേക്ക് പോയത് വളരെ സ്വാഭാവികമായിട്ടാണെന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ സ്വാഭാവികമായ മാറ്റമായിട്ടാണോ നിങ്ങൾ അതിനെ കാണുന്നത്? ശ്രീ A. സമ്പത്ത്, ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്ന നിലയ്ക്ക് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതെന്ന ചോദ്യമാണല്ലോ നിങ്ങൾ ആവർത്തിച്ചിരുന്നത്. ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് മത്സരിക്കുന്നു, അമേഠിയല്ല റായ്ബറേലിയാണ് എന്ന് മാത്രം. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു? ഇതിപ്പോൾ 8 ഘട്ടമുള്ള നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 38,000-ത്തിലധികം, ഏതാണ്ട് 39,000-ത്തിലധികം 39,000-ത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. 55,000-ത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ട മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ, അതിൻ്റെ നേതാവിനെ ഞാൻ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു പരാമർശവും വിമർശനവും നടത്താനല്ല ഞാൻ ഈ വേള ഉപയോഗിക്കുന്നത്. ആര് എവിടെ മത്സരിച്ചിരുന്നാലും
നമ്മുടെ രാഷ്ട്രത്തിലെ പരമപ്രധാനമായ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി ഒരു വിധത്തിലുള്ള സംവാദങ്ങളും പ്രസംഗങ്ങളും പ്രചരണങ്ങളും മാറാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് എന്ന നിലയിലാണെങ്കിൽ അതൊരു മാതൃകാപരമായി ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പോയിൻ്റ് ബ്ലാങ്ക് എന്നൊക്കെ പറയുമല്ലോ, സ്മൃതിയൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത്തരത്തിൽ ഒരു പോരാട്ടത്തിലേക്ക് വരുന്നതിന് പകരം മുമ്പ് ചില ചർച്ചകളിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, ഇപ്പോൾ ഹരിദാസേട്ടനെ പോലുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകരും അത്തരത്തിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരും ബിച്ചിങ് അമേത്തി ആൻഡ് റീച്ചിങ് വയനാട് എന്നൊക്കെ പറയുന്നത് പോലുള്ള പദപ്രയോഗങ്ങളിലേക്കൊക്കെ എത്തുന്നത്. ഞാൻ ആക്ഷേപഹാസ്യത്തിനൊന്നുമല്ല ഞാനീ പറഞ്ഞത്. വിഷയങ്ങൾ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തിൽ തന്നെ ഇതുപോലെ ഹൗസ് ഓഫ് ദ പീപ്പിളായി ഒരു പാർലമെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളെയും ഏറ്റവും കൂടുതൽ ഇലക്ടറേറ്റിനെയും പ്രതിനിധാനം ചെയ്യുന്ന MP-മാർ നമ്മുടെ ലോക്സഭയിലല്ലാതെ മറ്റൊരിടത്തുമില്ല. മൂന്നാമത്തെ കാര്യം, ലോകത്തിൽ ഇന്ന് ഇന്ത്യയുടെ കണക്കനുസരിച്ച് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലും ലോകത്തിലെ തന്നെ വിവിധ പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിലും വിവിധ ഘട്ടങ്ങളായി 8 ഘട്ടങ്ങളായി ഒരു 2-2.5 മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി ഇത് മാറുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളാണ് നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ എല്ലാ കരങ്ങളെയും ദുരുപയോഗം ചെയ്യുകയാണ്. 2, ഭരണഘടനാ സ്ഥാപനങ്ങളെ തന്നെ പൂർണ്ണമായി അട്ടിമറിക്കുകയാണ്. ഗോയൽ എന്തുകൊണ്ട് രാജിവെച്ചു എന്നുള്ളതിന് ഇപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു വിവരവും ആർക്കും വന്നിട്ടില്ല, ഞങ്ങൾക്കോ താങ്കൾ ഉൾപ്പെടെ ഉള്ളവർക്കോ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പൊടുന്നതിന് 2 പേരെ നിയമിക്കുന്നതിന് പുതിയ നിയമനിർമ്മാണം വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ എന്നുള്ള നിലയിലേക്ക് വ്യവസ്ഥാപിതമാകുന്ന നിലയിലേക്ക് അഴിമതി അങ്ങനെ സ്ഥാപനവൽക്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തെ സംബന്ധിച്ച് ഇപ്പോഴും അതിനെ ന്യായീകരിക്കാൻ പ്രധാനമന്ത്രി അടക്കം നടത്തുന്നതായ ശ്രമങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്തും ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങൾ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകൾ അവർ നേരിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറിയോ എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും വിഷയങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഈ രാജ്യത്താകെ തന്നെ പറഞ്ഞു നടക്കുകയാണല്ലോ കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണിയിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളും. അപ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അമേഠി വിടണം? അമേഠി ഇവിടെ ഞാൻ CPIM-ൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന്, കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മറ്റു ചില സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ പ്രാദേശികമായ പല വിഷയങ്ങൾ കൊണ്ട് അങ്ങനെ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് മാത്രമല്ല, NDAക്കും കഴിഞ്ഞിട്ടില്ല, ഒഡീഷയിൽ കഴിഞ്ഞിട്ടില്ല, ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ കഴിഞ്ഞിട്ടില്ല, പഞ്ചാബിൽ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ ഇന്ത്യയിൽ പലയിടത്തും കഴിഞ്ഞിട്ടില്ല. നേരിട്ടുള്ള മറുപടി, അമേഠി വിട്ട് റായ്ബറേലിയിൽ പോയതിൽ തെറ്റില്ല എന്നാണോ CPM കാണുന്നത്? അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്നുള്ള നിലയിൽ വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരരുതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. റായ്ബറേലി അത് മറ്റൊരു വിഷയം. അത് മറ്റൊരു വിഷയം. ഒരു തറവാട്ട് വകയാണ് ഒരു പാർലമെന്റ് മണ്ഡലം എന്നൊന്നും അല്ല ഞാനീ പറഞ്ഞത്. സ്മൃതി, തറവാട്ട് വകയാണ് നമ്മൾ ഏതെങ്കിലും പാർലമെൻറ്റ് മണ്ഡലം എന്ന് ആരെങ്കിലും ധരിക്കുന്നു, അതാണ് ചർച്ചയെങ്കിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. ഒരു പാർലമെൻറ്റ് മണ്ഡലവും ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കുത്തകയാണ് എന്നുള്ള നിലയിൽ കരുതേണ്ട, ഒരു പാർട്ടിയുടെ കുത്തകയാണെന്നും വിചാരിക്കേണ്ട. കാരണം റായ്ബറേലിയിൽ തന്നെയാണ് 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർവശക്തയായ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ്, ഇന്ദിര എന്നാൽ ഇന്ത്യയാണ് എന്ന മുദ്രാവാക്യം, അത് ഹരിദാസേട്ടനൊക്കെ നന്നായി ഓർമ്മയുണ്ടാവും. ഇന്ന് മോദിയെ എങ്ങനെയാണോ പ്രകീർത്തിച്ച് വലുതായി ഊതി ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് അതുപോലെ ആ മുദ്രാവാക്യം വിളിക്കുന്ന കാലത്താണ് റായ്ബറേലിയിൽ തന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടത് രാജ്നാരായണനോട്, ഓർമ്മയില്ലേ? പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് അവർ ചിക്കമഗളൂരിൽ വന്ന് അങ്ങനെ കർണാടകത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥിതി പിന്നീടുണ്ടായി.
അപ്പം അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഇപ്പം ഇനി കോൺഗ്രസിൻ്റെ വക്താക്കളോ കോൺഗ്രസിൻ്റെ നേതാക്കളോ ആന്ധ്രയിലെ ഞങ്ങൾക്ക് മേധത്തിൽ. വൈകാരികമായ അടുപ്പമുള്ളത്, ഞാനതിന് വൈകാരികമായ വിഷയങ്ങളൊന്നുമല്ല ഇവിടെ കാണുക. അതെ അതെ ആന്ധ്രയിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയുണ്ടായി. ഇപ്പം ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുണ്ടായ കാര്യം എന്നത് ഈ നമ്മുടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ തറവാട്ട് വകയാണ് എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കുത്തകയാണ് എന്നുള്ള നിലയിലോ ഉള്ളതല്ല. ശരി, ഇവിടെ അങ്ങനെ ഒരു തോന്നൽ ഉളവാക്കുക എന്ന് കൂടി അമേഠി വിടുന്നതിന് പിന്നിൽ ഒരു കാരണമായി രാഹുൽ ജനകീയ വിഷയങ്ങളെ നേരിടുന്നത് സംബന്ധിച്ച് ശരി ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് ആ രൂപത്തിൽ കൂടി ഒരു ന്യായീകരണം അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നുള്ളതാണ്. ശ്രീ KVS ഹരിദാസ്, അമേഠിയിൽ മത്സരിക്കണോ റായ്ബറേലിയിൽ മത്സരിക്കണോ അത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, അതിൽ മോദിക്ക് എന്ത് കാര്യം? ഇതാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തരത്തിൽ ശരിയുമാണല്ലോ. മോദിയും നേരത്തെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഈ പരിഹാസം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം? അല്ല സ്മൃതി, ഇതിൽ കോൺഗ്രസിന് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, രാഹുൽ ഗാന്ധിക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവരുടെ ഈ തീരുമാനങ്ങൾ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഈ പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി എടുത്ത കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം നൽകുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട്. കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് നെഹ്റു കുടുംബത്തിൻ്റെ പോക്കറ്റിൽ ഇരുന്ന ഒരു മണ്ഡലത്തിൽ പോയി വീണ്ടും മത്സരിക്കാനുള്ള ചങ്കുറപ്പ് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവിന് ഇല്ലാതായി എന്നത് തന്നെയാണത്. ഏതായാലും അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിച്ചല്ലോ, അവിടെ ജയിക്കുമെന്ന് ഇവരെല്ലാവരും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ കൂടി പോക്കറ്റിലിട്ട് നടന്നത് നമ്മൾ കണ്ടു. പക്ഷെ അമേത്തിയിൽ പോയി വീണ്ടും മത്സരിക്കാനുള്ള ധൈര്യം സ്മൃതി ഇറാനി പരസ്യമായിട്ട് വെല്ലുവിളിച്ചല്ലോ, വയനാട്ടിൽ വന്ന് വെല്ലുവിളിച്ചോ ധൈര്യമുണ്ടെങ്കിൽ വരാൻ. പോയില്ല. പോയത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ അമ്മ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. പക്ഷേ ശ്രീ ഇത്തവണ ജയിക്കുമോ എന്ന സംശയം അമ്മയ്ക്ക് പോലും രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്നല്ലേ മോദി പറഞ്ഞിരുന്നത്? അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിലുണ്ട്, ഉത്തരേന്ത്യയിലുണ്ട്, അമേഠിയിലില്ല എന്ന് മാത്രം. അല്ല, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി ഒളിച്ചോടിയില്ലേ? അവര് രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ജയിച്ചു വന്നു. BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നലെ വൈകുന്നേരമാണ് BJP അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതുവരെ കാത്തിരുന്നു രാഹുൽ ഗാന്ധി എവിടെ പോകണമെന്ന് തീരുമാനിക്കാൻ. അതിനുശേഷം കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയോട് തോറ്റ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ റായ്ബറേലിയിൽ ജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പോയിരിക്കുക. ഒരു കാര്യം നമ്മൾ മറക്കരുത്, ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമായി നിന്ന് മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം ഉത്തരേന്ത്യയിലില്ല എന്നതല്ലേ സ്ഥിതി. ഒരു മണ്ഡലം ഇല്ല എന്നുള്ളതാണ് സ്ഥിതി. അവസാനം റായ്ബറേലിയിൽ പരീക്ഷിക്കുക, കാരണം മുഖം രക്ഷിക്കാൻ. ആ 2 കുടുംബ മണ്ഡലങ്ങളും നഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ടായിട്ടും പോയി മത്സരിക്കാൻ പോവുകയാണ്. അവിടെ ഒരു സംശയം വേണ്ട സ്മൃതി, ഇത്തവണ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ദയനീയമായിട്ട് തോക്കുന്ന ചിത്രം നമുക്ക് കാണാം. 2019 അമേഠിയിൽ എന്താണോ സംഭവിച്ചത് അതിനപ്പുറം ആലോചനകൾ നിങ്ങൾക്കും ഉണ്ടായത് കൊണ്ടല്ലേ നിങ്ങൾ വരുൺ ഗാന്ധി അവിടെ നിർത്താൻ നിർബന്ധിച്ചത്? പക്ഷെ അദ്ദേഹം തയ്യാറാവാതിരുന്നതുകൊണ്ടല്ലേ? അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ വേറെ മണ്ഡലങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്. അല്ലാതെ റായ്ബറേലിയിൽ അയാളെ കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിട്ടൊന്നും ചിന്തയുണ്ടായിരുന്നു ഭാഗത്ത് നിന്ന്. ചില വാർത്തകൾ മാത്രം നിങ്ങൾ നിഷേധിക്കുന്നു, നിങ്ങൾക്ക് മാത്രം അംഗീകരിക്കുന്നു. അതൊക്കെ സ്മൃതി അല്ലല്ല, അങ്ങനെയല്ല സ്മൃതി, അങ്ങനെയല്ല. അതൊക്കെ മാധ്യമങ്ങളിൽ ചില ആൾക്കാർ സൃഷ്ടിക്കുന്ന വാർത്തകളാണ്. അത് പോളിറ്റിക്കലി ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ട് ചിലരൊക്കെ കണ്ടിട്ടും ഉണ്ടാകാം. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഞങ്ങൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്, മകന് സീറ്റ് കൊടുത്തിട്ടില്ല. അമ്മയെ പോലെയല്ലോ മകൻ പലപ്പോഴും BJPയെയും മോദി സർക്കാരിനെയും കർഷക നയത്തെയും ഒക്കെ എതിർത്ത് സംസാരിച്ച ആളാണല്ലോ.
അങ്ങനെ ഒരാൾക്ക് BJP സീറ്റ് കൊടുക്കുന്ന സ്മൃതി കരുതുന്നുണ്ടോ? BJP പരസ്യമായിട്ട് വിമർശിച്ച BJPയുടെ നേതാവിന് സീറ്റ് കൊടുക്കും എന്ന് സ്മൃതി ചിന്തിച്ചുവെങ്കിൽ എനിക്ക് നിങ്ങളെ കുറിച്ച് തന്നെ ഒരാൾ എന്ന രൂപത്തിൽ പരീക്ഷിക്കാൻ ആലോചിച്ചു, പക്ഷെ നടന്നില്ല. ആ ശ്രമം പാളി. അതൊക്കെ നിങ്ങളുടെ വിലയിരുത്തലാണ്, നിങ്ങളുടെ വിഡ്ഢിത്തരമെന്ന് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ. ശരി, അങ്ങനെയെങ്കിൽ ഇന്ന് മോദി പറഞ്ഞ ഒരു കാര്യം മാധ്യമ ലോകത്തുള്ള പലരും സൃഷ്ടിക്കുന്നുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ശ്രീ KVS ഹരിദാസ്, ഇന്ന് മോദി പറഞ്ഞ ഒരു കാര്യം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നതെന്ന്. ഈ കേരളത്തിൽ ഇരുന്നു കൊണ്ട് താങ്കൾക്കത് പറയാൻ പറ്റും? അല്ലെന്ന്, ഒരു സ്ഥലത്ത് മത്സരിച്ച് ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത്ര മാത്രം ഉറപ്പുണ്ടെങ്കിൽ എന്തിനാ പിന്നെ അടുത്തൊരു സ്ഥലത്ത് പോയി മത്സരിക്കുന്നേ? ഇവിടെ അല്ല, അതിനൊരു കാരണമുണ്ട്. എന്താണത്? ഒരേ ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാ. സ്മൃതി ഒന്ന് സമാധാനമായിട്ട് ചോദിക്കണേന് മറുപടി പറയാം, പക്ഷെ ഓരോ ചോദ്യത്തിനും കയറിയുടെ ഇവിടെയാണ് ഞാൻ ഇവിടെ നിർത്താം. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങളുടെ ഒരു ശൈലിയുടെ പ്രശ്നമാണത്. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ട്. അതിനകത്ത് യാതൊരു പ്രയാസം, നിങ്ങൾ എന്ത് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ മാത്രമാണ് മോഡി 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനാവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ അതുകൊണ്ട് രാഷ്ട്രീയമായ പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്തു. അല്ലാതെ ഒരേ ഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുമാണത്. ഇതൊരു ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഓടിയെത്തുന്ന ഒരു നേതാവിനെ കുറിച്ച്, ഈ ഒരു ദേശീയ നേതാവിനെ കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ കുറച്ചേ കണ്ടിട്ടുണ്ടാവും. എന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. 7 ഘട്ടമാക്കിയതൊന്നും കോൺഗ്രസ് അല്ലല്ലോ. 7 ഘട്ടം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്രയധികം ഘട്ടം തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ട് അത് ഒറ്റഘട്ടത്തിൽ നടന്നതാണ് എന്ന വിശദീകരണം എങ്ങനെയാണ്? എന്നിട്ട് മോദി നിലനിർത്തിയത് ഏതാണ്? വാരാണസിയാണല്ലോ. അപ്പോൾ UP-യിൽ ഒരു മണ്ഡലം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചും പ്രധാനമാണ്. അതുപോലെ തന്നെ അകലെ കോൺഗ്രസിനും, അങ്ങനെ കോൺഗ്രസിന് ആലോചിച്ചുകൂടെ? ഹിന്ദി ഹൃദയഭൂമിയിൽ ഒരു മണ്ഡലം വേണമെന്ന് കോൺഗ്രസിന് ആലോചിച്ചുകൂടെ? അതെങ്ങനെ തെറ്റാകുന്നത്? അല്ലെന്ന്, ആലോചിക്കാനുള്ള ആഗ്രഹിക്കാനുള്ള അവകാശത്തെ ഒന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷെ തോൽക്കാൻ വേണ്ടി വീണ്ടും പോയി നിൽക്കണോ എന്നതാണ് ചോദ്യം. റായ്ബറേലിയിൽ ഇത്തവണ അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല. കാരണം ആ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശിൽ നിന്ന് ഈ കഴിഞ്ഞ തവണ ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു സീറ്റാണ്, ഒരേ ഒരു സീറ്റ്. ആ സീറ്റും ഇത്തവണ നഷ്ടപ്പെടും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജൂൺ 5 വരെ കാത്തിരിക്കണം. അതിനുള്ള സഹനശക്തി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ശരി, ഈ വെല്ലുവിളിക്ക് ചില മറുപടികൾ കൂടി അടുത്ത ഘട്ടത്തിൽ താങ്കൾ നൽകേണ്ടതുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക്. ചർച്ചയിലേക്ക് ശ്രീ നിജേഷ് അരവിന്ദ്, BJP അവസാന മണിക്കൂറുകൾ വരെ കാത്തുനിന്നു ആരാണ് അമേഠിയിൽ എന്ന്. ഏറെ പ്രഖ്യാപനം വൈകിയതുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. BJP പെട്ടെന്ന് പ്രഖ്യാപിച്ചത് അമേഠിയുടെ കാര്യത്തിലല്ല, റായ്ബറേലിയുടെ കാര്യത്തിൽ. ഇന്നലെ രാത്രിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. UP മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ്, അദ്ദേഹം റായ്ബറേലിയിൽ 2 തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുറച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ അവിടെ തോൽപ്പിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് BJP. അത് രാഹുൽ ഗാന്ധി ആണെങ്കിൽ പരാജയം കടുത്തതായിരിക്കുമെന്ന് അവകാശപ്പെടുന്നു. ഈ ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുമ്പോൾ അതിന്റെ കണക്കുകൾ മുന്നിലുണ്ടല്ലോ. അല്ല, ഒന്ന്, റായ്ബറേലിയിൽ ആര് മത്സരിക്കും എന്ന കാര്യത്തിൽ സ്മൃതിക്ക് സംശയമുണ്ടായിരുന്നു. ഒന്നുകിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും, ഒന്നുകിൽ പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി, ഇതൊരു ഉറപ്പായിരുന്നു. അമേഠിയിൽ ആര് മത്സരിക്കും എന്ന ചോദ്യത്തിലാണ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ആ കൺഫ്യൂഷൻ അവസാനിച്ചു. പിന്നെ തോൽപ്പിക്കുമെന്ന് BJP പറഞ്ഞോട്ടെ, അത് ജനാധിപത്യമല്ലേ. ഞങ്ങൾ കുടുംബ മണ്ഡലം എന്നൊന്നും പറയുന്നില്ല, ജനാധിപത്യമല്ലേ, തോൽപ്പിക്കട്ടെ, ജയിപ്പിക്കട്ടെ. പക്ഷെ ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോഴാണ് ഞങ്ങളുടെ പ്രശ്നം. ഞാൻ സ്മൃതി പറയുന്നു, ഇന്ന് May 3 ഇന്നത്തെ ചർച്ച മണിപ്പൂരിലെ 1ാം വാർഷികം. ഇന്നും തോക്കുകൾ കൊണ്ട് കഥ പറയുന്ന, തീയടങ്ങാത്ത, പുകയടങ്ങാത്ത, കൊലപാതകം അവസാനിക്കാത്ത മണിപ്പൂരിനെ പറ്റി ചർച്ച നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അതിനൊരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ടായിരുന്നു. ഇനി അതല്ല, പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന 1000-ഓളം സ്ത്രീകളെ പീഡിപ്പിച്ച ആൾക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ പ്രചരണത്തിലാണ് ചർച്ചയെങ്കിൽ നമുക്കത് കുറച്ചുകൂടി നല്ലായിരുന്നു. രാഹുൽ ഗാന്ധി
അല്ല, എവിടേക്ക് ഒളിച്ചോടുന്നു സ്മൃതി? നിങ്ങൾ പറയുന്നതിന് ഒരു ക്ലാരിറ്റി. സുരക്ഷിത സ്ഥാനത്തേക്ക് കുറെ ദിവസം ചർച്ച എന്തിനു വയനാട്ടിൽ മത്സരിക്കുന്നു? സുരക്ഷിത സ്ഥാനത്തേക്ക് എവിടെ സുരക്ഷ? കോൺഗ്രസിന്റെ ഇന്ത്യ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തെ മണ്ഡലമല്ലേ? അമേഠിയിൽ തോറ്റല്ലോ രാഹുൽ ഗാന്ധി ഒരിക്കൽ. റായ്ബറേലിയിൽ പണ്ട് ഇന്ദിരാഗാന്ധി ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എന്നതാണോ തീരുമാനം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഇലക്ഷൻ തന്നെ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിലും മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വെച്ചത് ഞങ്ങൾക്ക് ആകെ രാഹുൽ ഗാന്ധി മാത്രം MP ആയാൽ മതിയോ? ഞങ്ങൾക്ക് എല്ലാ ഭാഗത്തും വേണം. നിജേഷ്, ഇത് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഒരു വിശദീകരണം നൽകിയാൽ മതി. കാരണം KVS ഹരിദാസ് നേരത്തെ ചോദിച്ചതുപോലെ എന്ത് മെസ്സേജാണ് അമേഠിയിൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലൂടെ കോൺഗ്രസ് നൽകുന്നത്? രാഹുൽ അമേഠിയിൽ നിൽക്കുന്നില്ല എന്നതിൽ എന്ത് മെസ്സേജാണ് തിരിച്ചു ചോദിക്കട്ടെ. അമേഠിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കുക? ഈ പറഞ്ഞ ജിതേന്ദ്ര സിംഗിനോട് തോൽക്കുമെന്ന് പേടിച്ചിട്ട് കോൺഗ്രസ് മത്സരിക്കുന്നില്ല. ഈ തവണ കോൺഗ്രസ് തീരുമാനമെടുത്തു, നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കുന്നു. അത് കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അവരെവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു മിനിമം സ്വാതന്ത്ര്യം ആ പാർട്ടിക്കില്ലേ? ഈ നിങ്ങൾ ഏത് തലത്തിൽ വേണമെങ്കിലും നെറേറ്റീവ് സൃഷ്ടിച്ചോ. ഞങ്ങൾ തീരുമാനിച്ചു ഉത്തരേന്ത്യയിൽ. നേരത്തെ ചോദിച്ചത് രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കുമെന്നാണ്, പേടിച്ചോടുമെന്നായിരുന്നു. അവസാനം മത്സരിച്ച സമയത്ത് ആ നാട്ടിലെ ജനത മുഴുവൻ, ഈ രാഷ്ട്രീയ ഇന്ത്യ മുഴുവൻ സ്വീകരിക്കുന്നു. അപ്പോഴാണ് മോദി പറയുന്നതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അദ്ദേഹം കോൺഗ്രസ് പ്രകടന പത്രികയെ പറ്റി പറഞ്ഞു, എല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച കൊടിയുടെ കാര്യം പറഞ്ഞു. ഇത് മോദി പറയുന്നതിന്റെ മറുപടിയല്ല. കോൺഗ്രസ് തീരുമാനിച്ചു രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണം. ഈ തവണ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല, സോണിയ ഒരാളെ മത്സരിക്കുന്നുള്ളൂ. ആ റായ്ബറേലി സീറ്റ് മത്സരിച്ചു. അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അതിന്റെ രാഷ്ട്രീയ കാണുന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, BJP ജയിക്കുമെന്ന് പറയുന്ന, 2 തവണ സീറ്റ് കുറച്ചു കൊണ്ടുവരുമെന്ന് പറയുന്ന, BJPക്ക് സംഘടനാ ശക്തിയുള്ള, BJP ദയനീയമായി കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്ന് പറയുന്ന സ്ഥലത്ത് വെല്ലുവിളിയോടുകൂടി കോൺഗ്രസ് മത്സരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചാൽ പോരെ? ഞങ്ങൾക്ക് ആകെ ഒരു സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ആ സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ വേണേ കരുതിക്കോ. നരേന്ദ്രമോദിയെ അത് വ്യക്തത വരുത്തി നിജേഷ് ശരദൻ. ജയിക്കാനുള്ള മത്സരമാണ്, അതുകൊണ്ട് ജയിക്കുന്ന മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അതിൽ വ്യക്തത വന്നു കഴിഞ്ഞു. പക്ഷേ ഇനി 2 മണ്ഡലത്തിലും ജയിച്ചു കഴിഞ്ഞാൽ, വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം വേണ്ടെന്ന് വെക്കും? 2 തവണ വിജയിപ്പിച്ച വയനാട്ടുകാരെ ഒഴിവാക്കി ഉപേക്ഷിച്ച് അദ്ദേഹം പോകുമോ? അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നില്ലേ? അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കേരളത്തിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകില്ലേ? ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ? ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട് നിജേഷ് അരവിന്ദ് നിങ്ങൾക്ക് മുന്നിൽ. അല്ല, ഞങ്ങളെ കയ്യിൽ ഒരേ ഒരു അമ്പ് മാത്രമേ ഉള്ളൂ എന്ന് സ്മൃതി ദയവ് ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ സമാനമായ ആളുകൾ മത്സരിക്കാൻ, വയനാട്ടിലെ ജനതയ്ക്കോ അല്ലെങ്കിൽ റായ്ബറേലിയിലെ ജനതയ്ക്കോ, നിങ്ങളതായാലും 2 ജയിക്കും എന്ന് പറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ജനതയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടാവാത്ത രീതിയിൽ, അവരുടെ കാര്യങ്ങൾ നോക്കാവുന്ന രീതിയിൽ ഉള്ള ആളുകളെ മത്സരിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ കോൺഗ്രസിനുണ്ട്. നമ്മൾക്കിട്ടല്ല, കേരള തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് വലിയ ചർച്ച വന്നു. ഒറ്റയടിക്ക് സ്ഥാനാർത്ഥികൾ വന്നു, ആ ചർച്ച അവസാനിച്ചു. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു പ്രയാസവും വേണ്ട. അത് വളരെ നന്നായി, വളരെ മനോഹരമായി ജനങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കും. ഒരു സംശയവും വേണ്ട. ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിഞ്ഞാൽ ആ സീറ്റിൽ ജനങ്ങൾക്ക് ഉതകുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കും, ജയിപ്പിക്കും. അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ വയനാട്ടിലും റായ്ബറേലിയിലും ജയിക്കുകയാണ് രാഹുൽ ഗാന്ധിയെങ്കിൽ സ്വാഭാവികമായിട്ടും വയനാടിനെ ഉപേക്ഷിക്കുമെന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ശക്തി പകരും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ രാഹുൽ ഇതാ വയനാട്ടിലെത്തി മത്സരിച്ചു, പാടില്ലാത്തൊരു മത്സരത്തിന് വന്നു, അവിടെ ജയിച്ചു, എന്നിട്ട് അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നു. അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തമായി ഉന്നയിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയല്ലേ ചെയ്യുക? സ്മൃതി, ഇതെല്ലാം വരട്ടെ. നമ്മളിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് പോലും പൂർത്തിയായിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ഈ ചിക്കമഗളൂരുവിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ സ്മൃതി മേഡക്കിൻ്റെ വിഷയം പറഞ്ഞല്ലോ. ഈ 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ അന്ന് രാജനാരായണനോട് പരാജയപ്പെട്ടു ശ്രീമതി ഗാന്ധി. ഈ തെക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളൊഴികെ ഉത്തരേന്ത്യയിൽ കടപുഴകി വീണു കോൺഗ്രസ് അപ്പാടെ തന്നെ. ഇന്ന് മോദിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഹൈപ്പുണ്ടല്ലോ, അത് മീഡിയയിൽ കൂടി അന്ന് അച്ചടി മാധ്യമങ്ങളേ ഉള്ളൂ. നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അന്ന് DK ബറോയാണ്, ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥിയാണ്, SFI പ്രവർത്തകനാണ്.
ഇന്നലെ എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്നലെ എന്നുള്ള മുദ്രാവാക്യവും അപ്പോൾ തിരിച്ചു കേട്ടത് ഈ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നുള്ള മുദ്രാവാക്യമാണ്. ഇപ്പോൾ CAA അറബിക്കടലിൽ എന്നുള്ള മുദ്രാവാക്യത്തിനെ ചിലർ കളിയാക്കുന്നത് പോലെ അന്നും പലരും ഇത് കളിയാക്കിയെങ്കിൽ പോലും ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ജനതാ പാർട്ടിയാണ് അന്ന് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. ഏകകക്ഷി ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കുകയും കോൺഗ്രസിൻ്റെ അധികാര കുത്തക അവസാനിക്കുകയും ചെയ്യുന്നതായ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1978 ചിക്കമഗളൂരുവിൽ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ കർണാടകത്തിൽ നിന്നാണ് ശ്രീമതി ഗാന്ധി പിന്നീട് അതേ ലോക്സഭയിലേക്ക് അംഗമാകുന്നത്. 1980 ആകുമ്പോൾ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ 2 മണ്ഡലങ്ങളിൽ ശ്രീമതി ഗാന്ധി മത്സരിക്കുകയാണ്. അത് ആന്ധ്രയിലെ മേടക്കിൽ നിന്നും മത്സരിച്ചു, UP യിൽ നിന്നും മത്സരിച്ചു. അത് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് റായ്ബറേലിയിൽ മത്സരിച്ചു, മേടക്കിലും മത്സരിച്ചു. അത് 1980 റായ്ബറേലിയിൽ മത്സരിച്ചതുപോലെ തന്നെ മേടക്കിലും മത്സരിച്ചു. 80-ലാണ് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ചു. നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ ഇത് നിലനിർത്തിയത് മേടക്കാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് അതിപ്പോൾ നിലനിർത്തുന്ന ഇത് മാത്രമല്ല. മുമ്പ് ശ്രീ K. കരുണാകരൻ കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നേമത്ത് നിന്ന് മത്സരിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ മാളയിൽ നിന്ന് മത്സരിക്കുകയുണ്ടായി. 2ഇടത്തും വിജയിക്കുകയുണ്ടായി. പിന്നീട് നേമം മണ്ഡലത്തിൽ പിന്നീട് ഉപതെരഞ്ഞെടുപ്പുണ്ടായി. അദ്ദേഹം അത് രാജിവെച്ചതിനെ തുടർന്ന് സ്വാഭാവികമായി 2 മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഒരു മണ്ഡലം രാജിവെച്ചേ മതിയാവുള്ളൂ. അതുപോലെ 2 സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു സഭയിൽ അംഗത്വം രാജിവെച്ചേ കഴിയുള്ളൂ. അത് നിയമസഭയായാലും ലോക്സഭയായാലും രാജ്യസഭയും നിയമസഭയുമായാലും അതല്ല ഈ നമ്മുടെ MLAയും MLCയുമായിട്ടും അങ്ങനെ വന്നിരുന്നാലും ഉള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ എന്തായാലും കേരളത്തിലെ പോളിംഗ് കഴിഞ്ഞു. കേരളത്തിൽ ഇനിയിപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ മറ്റുള്ളിടങ്ങളിൽ വോട്ടെണ്ണുന്നതിൻ്റെ കൂടെ വോട്ടെണ്ണൽ മാത്രമേ കഴിയുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലുള്ള ഇത്തരം കാര്യങ്ങളിൽ നടക്കുമ്പോൾ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അതിപ്പോൾ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞുകൊണ്ട് നടന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ്, ആര് പറഞ്ഞു എന്നുള്ളതിന് പലപ്പോഴും മാധ്യമങ്ങൾ അതിനൊരു വലിയ ശ്രദ്ധ കൊടുക്കാറുണ്ട്. പക്ഷേ എന്തു പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും ശ്രദ്ധ കൊടുക്കാറില്ല. മണിപ്പൂർ ഒരു ചെറിയ സംസ്ഥാനമാണ്. അത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്താണ് കിടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വലിയ ശ്രദ്ധയൊന്നും ഒരു പക്ഷേ കേരളവും ഇന്ത്യയുടെ ഈ പറയുന്ന ഹിന്ദി മേഖല, ഹിന്ദി ഹൃദയഭൂമി എന്നങ്ങ് പറഞ്ഞു കളയരുത്. നമ്മളും എല്ലാം ഈ രാഷ്ട്രത്തിൻ്റെ ഹൃദയം തന്നെയാണ്. ഈ പലപ്പോഴും നമ്മുടെ ചർച്ചകളിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും BJP പ്രതിനിധികൾ ഹിന്ദി ഹൃദയഭൂമി അങ്ങനെ ഈ നമ്മൾ ഈ വർണ്ണാശ്രമ ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ചില ആളുകൾ തലയിൽ നിന്നും, ചില ആളുകൾ ബാഹുക്കളിൽ നിന്നും, ചില ആളുകൾ തുടകളിൽ നിന്നും, മറ്റു ചില ആളുകൾ പാദത്തിൽ നിന്നും, അതിനാണല്ലോ ചോദിച്ചത് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ പിന്നെ നമ്മളെല്ലാം എവിടെ നിന്ന് ജനിച്ചു എന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാം, അദ്ദേഹം പറഞ്ഞ തമിഴിലെ വേറൊരു ഭാഷയുണ്ട്, നമ്മളെല്ലാം നമ്മുടെ പിതാവിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞതുപോലെ 226-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതും 1500-ലധികം പേർ ഗുരുതരമായി പരിക്കേൽക്കപ്പെട്ടതും 60,000-ലധികം ആളുകൾ എന്നേക്കുമായി അവരുടെ കുടിലുകളെല്ലാം, വീടുകൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടതുപോലെ പോകേണ്ടി വന്നതും 28 ആളുകൾ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്നുള്ള നിലയിലും സർക്കാരിൻ്റെ കണക്കിലുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. നമ്മളെന്തൊരു ചർച്ച ചെയ്യുന്നു എന്നുള്ള നിലയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് ഒരു നിലവിലുള്ളൊരു പാർലമെൻറ്റ് അംഗം ഇന്ത്യയുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുള്ള യാത്രയുമായി ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല കേട്ടോ. ഞാൻ ആ വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നമുക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്താണെന്നുള്ളത്. ഈ ലോക്സഭാ സ്പീക്കർ അറിയണം. ലോക്സഭാ സ്പീക്കർ ഈ ഉണ്ടായ വിഷയത്തിൽ എന്താ ഞാനിത് പറയാൻ കാരണം, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് MP-മാർക്കും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ജഡ്ജിമാർക്കും എല്ലാ സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ വരെയുള്ളവർക്കും നൽകിയിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിക്കുന്നവർക്കുള്ള ചില മാർഗ്ഗരേഖകളുണ്ട്. MP-മാർ അത്തരത്തിൽ വിദേശത്തേക്ക് പോകുന്നത് ഔദ്യോഗികമായിട്ടായാലും അല്ല സ്വകാര്യ സന്ദർശനത്തിനായിരുന്നാലും 2 ആഴ്ച 14 ദിവസങ്ങൾക്ക് മുമ്പ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെയും മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിനെയും രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല, തങ്ങൾ ഏത് സഭയിൽ അംഗമാണോ ആ സഭയുടെ അധ്യക്ഷനെ ഇത് 2 ആഴ്ചയ്ക്ക് മുമ്പ് അറിയിക്കണം എന്ന് മാത്രമല്ല 3 ആഴ്ചകൾക്ക് മുമ്പ് പാർലമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ വിഭാഗത്തെ അറിയിക്കണം. തങ്ങളുടെ പോക്ക് ഏത് വിമാനത്തിലാണ്, അവിടെ എവിടെയാണ് താമസിക്കുന്നത്, ആരാണ് ഹോസ്പിറ്റാലിറ്റി, എത്ര ദിവസത്തെ സന്ദർശനമാണ്, എന്താണ്, അത് കഴിഞ്ഞ് എന്നാണ് മടങ്ങി വരുന്നത്, ഇത്തരം കാര്യങ്ങൾ. ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അധികാരത്തിലുള്ള ഗവൺമെൻറ് എന്നുള്ളത് മാത്രമല്ല, അവിടെ സ്പീക്കറുടെ ഓഫീസ് പോലും സംശയത്തിൻ്റെ നിഴലിലേക്ക് വരികയാണ്. ഇതാണ് സ്മൃതി നേരത്തെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യ റൗണ്ടിൽ ഞാൻ പറഞ്ഞുവല്ലോ, ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും എത്ര ക്രൂരമായി ഈ വിധത്തിൽ അതിൻ്റെ
ഇതിൻ്റെ എല്ലാ അധികാരങ്ങളും ഈ ഒരു 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 ഗവൺമെൻറ്റിന് വേണ്ടി മാത്രമായി ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നത് പോലെയും നിന്ദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് പോലെയും വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പുകൾ പോലും അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ നഗ്നമായ ഉദാഹരണം ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. രാഷ്ട്രത്തിനെ ചൂഴ്ന്നു നിൽക്കുന്നതായ ഭീകരമായ തൊഴിലില്ലായ്മയും ആ വിധത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ വരുത്തിവെച്ച ഭീകരമായ കടബാധ്യതയും ഒപ്പം നികുതി ബാധ്യതയും ഈ പൊതുമേഖലകളെല്ലാം തീറെഴുതുന്നതും ഇന്ത്യയിലെ വളരെ കുറച്ചു വരുന്ന ചില സമ്പന്ന കുടുംബങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യയുടെ ആസ്തിയും സമ്പത്തും ഇതെല്ലാം എത്തിച്ചേരുന്നതും നമ്മളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. താങ്കൾ അടക്കമുള്ള ഉന്നയിക്കുന്ന വിഷയങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും ഒളിച്ചോടുകയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുക തന്നെയാണ്. ഇനി ശ്രീ KVS ലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ രാഹുലിന്റെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒളിച്ചോട്ടവും ഇപ്പുറത്തൊരു ചോദ്യമായി ഉയരുന്നുണ്ട്. കശ്മീരിൽ നിങ്ങൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല? ഇപ്പോൾ കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കഴിഞ്ഞ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണല്ലോ. നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ട്, അഭിമാനപൂർവ്വം പലയിടത്തും അത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അനന്ത്നാഗ്, ബാരാമുള്ള, ശ്രീനഗർ മണ്ഡലങ്ങളിൽ നിങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല? ലോകത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നില്ലല്ലോ. അവിടെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥി ഉണ്ടാകും. ആ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ബോധ്യമാകും. അവിടെ കോൺഗ്രസിന് എതിരായിട്ട്, ഇന്ത്യ മുന്നണിക്ക് എതിരായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പൊ നേരിട്ടുള്ള അത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമാകും. നേരിട്ടുള്ള പോരാട്ടത്തിനില്ല, ചേർന്ന് നിൽക്കാനേ ഉള്ളൂ. നേരിട്ടുള്ള അല്ലല്ല, ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള, ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഉറപ്പുള്ളവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ എന്തിനും മടിക്കണം? ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുക്കാറുണ്ട്. നേരിട്ട് നിൽക്കാൻ എന്തിനും മടിക്കണം? നേരിട്ടല്ല, കാശ്മീർ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ അടുത്ത നിലപാടുകൾക്കൊപ്പം ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയത് ഉൾപ്പെടെയുള്ള ഞങ്ങളെടുത്ത നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരെ ഞങ്ങൾ അവിടെ പിന്തുണയ്ക്കും, സഹായിക്കും. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ. അപ്പോൾ അത് BJP തന്നെ മത്സരിക്കുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിക്കില്ലേ? എന്തുകൊണ്ടാണ് ആ ആത്മവിശ്വാസം ഇല്ലാത്തത്? അല്ല, ഞങ്ങളുടെ സഖ്യകക്ഷിയെ പോലെ വരുന്ന പാർട്ടിക്ക് സീറ്റ് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളേ? ഞങ്ങൾ ചെയ്തിട്ടില്ലേ പല സംസ്ഥാനങ്ങളിലും? ഇപ്പൊ മഹാരാഷ്ട്രയിലെ നേരിട്ടുള്ള പോരാട്ടത്തിന് അമേഠിയിൽ വരുന്നില്ല, സ്മൃതി ഇറാനിയെ ഭയന്ന് ഓടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന് നിങ്ങൾ എന്താണ് കശ്മീരിൽ വരാത്തത്? ആ ചോദ്യമല്ലേ? ഞാൻ ചോദിക്കണം, ഇത് രണ്ടും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നല്ല ബന്ധമുണ്ട്. ഇത് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള, ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അതെ അതിനെ ഞാൻ പറഞ്ഞേ, ഇതിപ്പോ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ തയ്യാറുള്ള ഒരു സഖ്യകക്ഷിയുടെ രൂപത്തിലുള്ള പാർട്ടിക്ക് സീറ്റ് വിട്ടുകൊടുത്തിട്ട് അവരെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചാൽ അതിലെന്താ തെറ്റുള്ള? രാഷ്ട്രീയമായ തീരുമാനമല്ലേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെയാണത്. ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഇവിടെ കേരളത്തിലെ ഇടതുമുന്നണി CPM CPIക്ക് സീറ്റ് കൊടുക്കുന്നത് പോലെ, കോൺഗ്രസ്സുകാർ RSPക്കും ലീഗിനും സീറ്റ് കൊടുത്തതുപോലെ ഞങ്ങളോടൊപ്പം വരുന്ന നേതാക്കന്മാർക്ക് ഞങ്ങൾ സീറ്റ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ NDA എന്ന നിലയിൽ കേരളത്തിലെ BDJSന് സീറ്റ് കൊടുത്തിട്ടില്ലേ? മഹാരാഷ്ട്രയിലെ ശിവസേനയ്ക്കും NCPക്കും സീറ്റ് കൊടുത്തിട്ടില്ലേ? അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ളവരെ നിർത്തുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. നിങ്ങൾ കാത്തിരിക്കൂ, തെരഞ്ഞെടുപ്പിന് തീയതി ആവുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒളിച്ചോടുന്ന പ്രശ്നമൊന്നുമില്ല. പക്ഷേ അല്ല, ഒരു കാര്യം ഇതിലിപ്പോ അല്ല ഒരു മിനിറ്റ് സ്മൃതി, ഒരു കാര്യം കൂടി ഈ 2024 തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് പാർട്ടി അവർ നേതൃത്വം നൽകുന്ന മുന്നണിയും പരാജയം സമ്മതിക്കുന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ അഭേദ്യയെ സംബന്ധിച്ചുള്ള അവരുടെ തീരുമാനം. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിൽ ജയിക്കും, ഇന്ത്യ ഭരിക്കും. ശ്രീ KVS ഹരിദാസ്, ഇപ്പോൾ നിജേഷ് അരവിന്ദ് വളരെ വ്യക്തമായി പറഞ്ഞു, രാഹുലിനെ നിർത്തുന്നു. ഉറപ്പുള്ള മണ്ഡലം റായ്ബറേലിയാണ്, അമേഠി അങ്ങനെയല്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് 2019. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു പരീക്ഷണം? വിജയിക്കുന്നിടത്തേക്ക് രാഹുൽ മാറുന്നു, ഇല്ലെന്നേ. അല്ല,
റായ്ബറേലിയും കൂടി തോറ്റു കഴിയുമ്പോൾ അതിനെ സാധൂകരിക്കാൻ വരണം. അത്ര ഞങ്ങൾക്ക് ഇപ്പൊ പറയാമല്ലോ. ഉത്തരേന്ത്യയില് ഉത്തർപ്രദേശില് ഇത്തവണ കോൺഗ്രസിന് ഒരൊറ്റ സീറ്റും ജയിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വെല്ലുവിളിക്കുകയാണെങ്കിൽ ശ്രീ KVS ഹരിദാസ്, എന്തുകൊണ്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ മത്സരിക്കുന്നില്ല, എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതിനു കൂടി മറുപടി പറഞ്ഞോളൂ. അതൊക്കെ ചോദിക്കാം. എന്ത് വിട്ടി ചോദ്യം ചോദിക്കാനുള്ള അവകാശം കോൺഗ്രസുകാർക്കുണ്ട്, അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അല്ലെന്നാ അതിന്റെ ആവശ്യമില്ലല്ലോ. നരേന്ദ്രമോദി അദ്ദേഹം നേഴ്സ് ചെയ്തു വരുന്ന വാരാണസിയിലാണ് മത്സരിക്കുന്നത്. തേർഡ് ടൈം മത്സരിക്കുന്നു അദ്ദേഹം. 2014 മുതൽ അദ്ദേഹം വാരണാസിയുടെ MP ആണ്. അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം വേറെ എവിടെ ഒളിച്ചോടി പോയിട്ടില്ലല്ലോ. താൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിനെ പൊന്നാക്കാൻ, വികസിപ്പിക്കാൻ, ലോകത്തിലെ മഹത്തായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ വാരണാസിയിൽ പോയി 2014 മുമ്പും 2019 ശേഷവും 24 ചെല്ലുന്നവർക്ക് അത് ബോധ്യം. സമ്പത്തിനെ പോലുള്ളവർക്ക് അറിയാം. പലപ്പോഴും പോയിട്ടുണ്ടാവും. ചോദിച്ചു നോക്കൂ. ശരി, നിജേഷ് അരവിന്ദ് മറുപടി. കശ്മീരിൽ മത്സരിക്കാത്തതിനും കാരണങ്ങളുണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും മോദി മത്സരിക്കാത്തതിനും കാരണങ്ങളുണ്ട്. അല്ല, കേരളത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് പ്രകടന പത്രിക എല്ലാ മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ വേവില്ല. പരിപ്പ് വേവുന്നിടത്ത് പോയി വേവിക്കാൻ ശ്രമിച്ചോട്ടെ. മിസ്റ്റർ ഹരിദാസ്, ഇന്നലെ ഒരു മഹിളാ മോർച്ച നേതാവ് ഉത്തർപ്രദേശിൽ ജനങ്ങളോട് ചോദിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അദ്ദേഹം ചോദിക്കുകയാണ്, നരേന്ദ്രമോദി വേണോ രാഹുൽ ഗാന്ധി വേണോ? ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് രാഹുൽ ഗാന്ധി വേണം. നിങ്ങളെ കാലിൻ്റെ അടിയിൽ മണ്ണൊക്കെ കുറെ ഒലിച്ചു പോകുന്നുണ്ട്, നോക്കുന്നത് നല്ലതാ. ഞങ്ങൾക്ക് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നുമില്ല. ഞങ്ങൾ 28 പാർട്ടി ചേർന്നുകൊണ്ട് ഒറ്റ മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. നിങ്ങളെ പൂട്ടാൻ ആവശ്യമായ സംവിധാനങ്ങളിലേക്കൊക്കെ എത്തിയിട്ട് പിന്നെ സ്മൃതി തെറ്റിദ്ധരിപ്പിക്കരുത്. ജയിക്കുന്നിടത്തേക്ക് പോയി എന്നല്ല പറയുന്നത്. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം അത് മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഞങ്ങൾ രാഹുൽ ഗാന്ധി അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അത് ജയിക്കാവട്ടെ തോൽക്കാവട്ടെ അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്. ഞങ്ങളിപ്പോൾ കുത്തക മണ്ഡലം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ വയനാട്ടിൽ മത്സരിപ്പിച്ചു, അത് ഞങ്ങളൊരു സ്ട്രാറ്റജിയാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തമായി ഇന്ത്യ മുന്നണിക്ക് ജയിക്കുക എന്നുള്ളതാണ്. BJP പറയുന്നത് പോലെ ഉത്തരേന്ത്യയിൽ ഞങ്ങൾ ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചു, ഉത്തരേന്ത്യയിൽ മത്സരിച്ചു. KVS ഹരിദാസ്, എന്തുകൊണ്ട് നിങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നില്ല, കേരളത്തിൽ വരുന്നില്ല, തമിഴ്നാട്ടിൽ വരുന്നില്ല? കർണാടകയിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് വോട്ട് പിടിക്കാൻ വന്ന മോദിക്ക് അവിടെ വന്നുകൂടായിരുന്നോ? അല്ലെങ്കിൽ തെലങ്കാനയിൽ വന്നുകൂടായിരുന്നോ? ആന്ധ്രയിൽ വന്നുകൂടായിരുന്നോ? ഇതൊക്കെ വലിയ സ്റ്റേറ്റുകളല്ലേ, ഒന്നും വന്നില്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് വേരില്ല, ഇവിടെ നിങ്ങൾക്ക് ആളില്ല. ഇവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിയുണ്ട്, അവിടെയുള്ള ആളുകൾക്ക് ഇല്ല എന്നല്ല. ഇവിടെയുള്ള ആളുകളിലേക്ക് വേറെ ഇറക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കണ്ടില്ല. കേരളത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആറ്റിങ്ങലെ സ്ഥാനാർത്ഥി വന്ന് ആലപ്പുഴയിൽ ഇടപെട്ടു. 300 മാനേജർക്ക് വണ്ടി കൊടുത്തില്ല എന്ന പരാതിയും പരിവാണ്. പണത്തിന് വേണ്ടി നിൽക്കുന്ന, പണം മാത്രം കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് ഇവിടെ നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ 4000 കോടി രൂപ കൊണ്ട് ആളുകളെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതിനപ്പുറത്തേക്കൊന്നും ഇന്ത്യ രാജ്യത്ത് പോകുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, വിവരമുള്ളവരാണ്. നമുക്ക് കാണാം. ജൂൺ 4 കഴിയട്ടെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 4 കഴിയട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സഖ്യങ്ങളിൽ ശക്തമായ വിശ്വാസമുണ്ട്. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു. രേവന്ത് റെഡ്ഡിക്കെതിരെ, സിദ്ധാരാമയ്ക്കെതിരെ, DKക്കെതിരെ ഒക്കെ നീങ്ങുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മുകളിൽ ജനാധിപത്യം വിജയിക്കുമെന്ന സുന്ദരമായ കാഴ്ചയാണ് ജൂൺ മാസം 4 വരുന്നത്. അതിനിടയ്ക്കുള്ള ഈ കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം നിരാശരാക്കിയിരിക്കുന്നത് UP-യിലെ ജനങ്ങളെ കൂടിയാണ്. കാരണം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണം, റായ്ബറേലിയിലും അമേഠിയിലും രാഹുലും പ്രിയങ്കയും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അണികൾ തെരുവിലിറങ്ങിയ കാഴ്ച നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഒരു മണ്ഡലത്തിലേക്ക് മാറുന്നു, ഒരു മണ്ഡലം പൂർണ്ണമായും കുടുംബം ഒഴിവാക്കുകയാണ്. അതെങ്ങനെയാണ് അവരെ ബോധ്യപ്പെടുത്തുക? ഇനിയും സമയമുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും രാഹുൽ ഗാന്ധി വരണം എന്ന താല്പര്യം കോൺഗ്രസുകാർക്കുണ്ട്. പ്രിയങ്ക ഗാന്ധി വരണമെന്ന താല്പര്യം കോൺഗ്രസുകാർക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്. അതൊരു നേതാവിന്റെ ഒരു മഹത്വമല്ലേ, അല്ലെ നേതാവിന്റെ സ്വീകാര്യതയല്ലേ? ആ സ്വീകാര്യതയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പറയാനുള്ളത്. ആ സ്വീകാര്യത ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. ഈ സ്ഥാനാർത്ഥി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മറിച്ച് വേണം എന്ന് പറയുന്നതിന് പോസിറ്റീവായിട്ടല്ലേ നമ്മൾ എടുക്കേണ്ടത്. രാഹുൽ ഗാന്ധി വേണമെന്ന് ഇന്ത്യ രാജ്യത്തെ മണ്ഡലങ്ങളിലൊക്കെ, ഇപ്പൊ കർണാടകയിൽ പറഞ്ഞു, തെലങ്കാനയിൽ നിന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു അവിടെ മത്സരിക്കണം, DK പറഞ്ഞു കർണാടകയിൽ മത്സരിക്കണം, മഹാരാഷ്ട്രയിൽ വെച്ച് ഉദ്ധവ് പറഞ്ഞു അവിടെ മത്സരിക്കണം. യഥാർത്ഥത്തിൽ അതൊരു രാജ്യത്തിന് ഒരു ദേശീയ നേതാവിന്റെ സ്വീകാര്യതയല്ലേ വ്യക്തമാക്കുന്നത്. ഇന്ത്യ രാജ്യത്തുടനീളം യാത്ര നടത്തി ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയമായി പഠിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഇവിടെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് വളരെ പോസിറ്റീവായിട്ട് കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രാഹുൽ ഗാന്ധി ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വരും, മത്സരിക്കും. ഇന്ത്യയിലേക്ക് മുന്നണിയിലുള്ള ഒരു നേതാവിന് കൂടി ഒരു വിസ്തീർണം നൽകിക്കോളൂ ശ്രീ നിജേഷ് അരവിന്ദ്.
ആനി രാജയ്ക്ക്. അല്ല സ്മൃതി, ഒരു മിനിറ്റ്. ആനി രാജയ്ക്ക്. സ്മൃതി, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്മൃതി, അനുവദിക്കുമെങ്കിൽ ഒരു ചോദ്യം മാത്രം. ചോദിക്കൂ. അല്ല, ആനി രാജ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അവരുടെ പ്രകടനമാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ബിനോയ് വിശ്വം കൃത്യമായി മറുപടി പറഞ്ഞു. ആനി രാജയെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ചതിലെ ശരി തെറ്റുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ആനി രാജ ഒരു സ്ഥാനാർത്ഥിയാണ്, അവരുടെ വികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. ആ വികാരത്തിന് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് പറയാനാ? ശരി, KVS ചോദിച്ചോളൂ. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ അല്ലല്ലോ. അല്ല, എനിക്ക് കോൺഗ്രസിന്റെ സുഹൃത്തിനോട് ഒരു ചോദ്യമേ ഉള്ളൂ. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, റോബർട്ട് വാദ്ര ഒരു പ്രസ്താവനയുമായിട്ട് 2-3 ദിവസം മുമ്പിട്ട് നമ്മുടെയൊക്കെ മുമ്പിൽ വന്നിരുന്നു. അമേത്തിയിൽ മത്സരിക്കാൻ ഏറ്റവും യോഗ്യൻ ഞാനാണ് എന്ന്. ആ ഒരു പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് വലിയതാക്കുന്നതിന് പകരം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് റോബർട്ട് വാദ്രയോട് അഭയത്തിൽ പോയി മത്സരിക്കാൻ പറഞ്ഞു? എന്നിട്ട് വേണം കുടുംബവാഴ്ച ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ, അല്ലേ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? എന്നിട്ട് വേണം കുടുംബവാഴ്ച ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ. ഒഴിവാക്കാനാണല്ലോ ഇപ്പോൾ അമേഠി ഒഴിവാക്കിയത്. വരുൺ ഗാന്ധിയുടെ പിറകെ എത്ര കാലം വെച്ച് പറയാം. നിങ്ങൾ ഈ രാജ്യത്ത് നിങ്ങളുടെ പ്രകടന പത്രികയെ പറ്റി സംസാരിച്ചോ? നിങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ പറ്റി സംസാരിക്കുന്നു, നിങ്ങളുടെ നേതാക്കളെ പറ്റി സംസാരിക്കുന്നു. ഇല്ല, കോൺഗ്രസിന്റെ നേതാക്കളെ പറ്റി സംസാരിക്കുന്നു. നിങ്ങൾ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം ആദ്യം നിർത്ത് മിസ്റ്റർ ഹരിദാസ്. നിങ്ങൾ കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ നിങ്ങൾ തീരുമാനിക്കേണ്ട. നിങ്ങൾ ഹോക്കി താരങ്ങളെ പീഡിപ്പിച്ച ബ്രിജ്ഭൂഷൺ നിർത്തിക്കോ, പ്രജ്വൽ രേവണ്ണയെ നിർത്തിക്കോ, പീഡകരെ നിർത്തിക്കോ, കച്ചവടക്കാരെ നിർത്തിക്കോ. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ദയവ് ചെയ്ത് നിർത്താൻ ഞങ്ങൾ നിർത്തിക്കോളാം. കണക്കല്ലേ, എല്ലാം കണക്കല്ലേ. അവിടെ ആകെ എന്താ ലക്ഷ്യം? ഠാക്കൂർ ബ്രിജ്ഭൂഷൺ ആണെങ്കിലും മകനാണെങ്കിലും ഠാക്കൂർ, അത് മാത്രമാണ്. ഠാക്കൂറിന് അപ്പുറത്തേക്കില്ല. ബ്രിജ്ഭൂഷൺ മറ്റേ എന്താ നമ്മുടെ പ്രജ്വൽ. ഇന്ത്യയിലെ എല്ലാ ഇന്റലിജൻസ് സംവിധാനം ഉള്ളപ്പോൾ പ്രജ്വൽ രേവണ്ണ ആരാണെന്ന് അറിയാൻ നരേന്ദ്രമോദിക്ക് വേറെ സ്കൂളൊന്നും പഠിക്കണ്ടല്ലോ. 1000-ലധികം സ്ത്രീകളാ പരാജയപ്പെട്ടത്. അവിടെയാണ് കർണാടകയിൽ വന്ന് ഈ മനുഷ്യൻ വോട്ട് ചോദിച്ചത്. ഇങ്ങനെ സ്ത്രീ പീഡകന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വോട്ട് ചോദിക്കാൻ ഒരു പഴയകാല BJP-കാരൻ നൽകി നിങ്ങൾക്ക് നാണമില്ല ഹരിദാസ്? പുതിയ തലമുറ വിട്ടേക്ക്. നിങ്ങളൊക്കെ പഴയ BJP-കാരനല്ലേ? വാജ്പേയിയും അദ്വാനിയൊക്കെ ഉണ്ടാക്കിയ BJP അല്ലേ? ആ BJP-കാരൻ നാണം തോന്നില്ലേ? ഇതുപോലെ 4 വോട്ട് കിട്ടാൻ വേണ്ടി ആരെയും നിർത്തുക. മോശമല്ലേ? നേതാക്കന്മാരുടെയും ചരിത്രം പരിശോധിക്കേണ്ടി വരില്ലേ? പല നേതാക്കന്മാരുടെയും വരികയും അവര് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരികയും അതിൽ കുറെ ആളുകൾ ചിലപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചിലരൊക്കെ വിജയിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ പെട്ടെന്നൊരാളെ അത്തരത്തിൽ വരുന്നു എന്നുള്ള നിലയിലേക്കുള്ളതിൻ്റെ അല്ല. നമ്മളിപ്പോൾ ഇതിൽ പല കുടുംബങ്ങളിലും അത്തരത്തിൽ പിതാവ് അല്ലെങ്കിൽ മാതാവ്, അവർക്ക് തൊട്ടടുത്ത തലമുറയിൽപ്പെട്ടവർ ഒക്കെ അത്തരത്തിൽ വന്നിട്ടുണ്ടാവാം. അതിൽ എല്ലാ പാർട്ടികളിൽപ്പെട്ടവരും അത്തരത്തിൽ, അത് കുടുംബാധിപത്യമാണ് അല്ലെങ്കിൽ അതൊരു കുടുംബ വാഴ്ചയാണ്, അതൊരു കുടുംബ രാഷ്ട്രീയമാണ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പറയുന്നത് ശരിയല്ല. അപ്പോൾ അത് ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ BJP ഇത് പറയുമ്പോൾ BJP-ക്കകത്ത് അതിൻ്റെ രാഷ്ട്രീയ നേതാക്കളുടെ 2ാം തലമുറയിൽപ്പെട്ടവരോ ചിലപ്പോൾ 3ാം തലമുറയിൽപ്പെട്ടവരോ ഒക്കെ ഇല്ലയോ അതിനകത്ത്? സ്മൃതി, ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ കൂടി അറിയാൻ വേണ്ടി, നേരത്തെ നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഇതിലെന്തായാലും BJP-യുടെയും കോൺഗ്രസിൻ്റെയും അവരുടെ നേതാക്കൾ ഹരിദാസേട്ടൻ്റെ നിജേഷിൻ്റെയും വർത്തമാനത്തിൽ വക്താക്കൾ എന്നുള്ള നിലയിൽ വല്ലാതെ വാശിയോടുകൂടി പറഞ്ഞു. ഞാൻ അത്രയും വാശിയോടുകൂടിയല്ല, ചില കാര്യങ്ങളിൽ ഇതിലൊന്ന് ഒരു ഇൻഫോർമേറ്റീവായ ചില കാര്യങ്ങൾ കൂടി വരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രാജമാതാ വിജയരാജ സിന്ധ്യയാണ് ഒരിക്കൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെടുത്തിയത് റായ്ബറേലിയിൽ. ഏതാണ്ട് 1.25 ലക്ഷം വോട്ടിനാണ് അന്ന് പരാജയപ്പെടുത്തിയത്. അന്നത്തെ 1.25 ലക്ഷം വോട്ടുകൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ കണക്കനുസരിച്ച് എത്ര വരും എന്നുള്ളത് ഏകദേശം അറിയാമല്ലോ. ഞാനിപ്പോൾ ഇടപെട്ടതിൻ്റെ മറ്റൊരു കാര്യം, BJP-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടേതായ സഖ്യങ്ങളും അവരുടെ ധാരണകളും എല്ലാം തന്നെ നമ്മൾ ഈ സാഹിബിൻ്റെ ഭാഷയിൽ പറയൂല, മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് പോലെ, തരാതരം പോലെ അത്തരത്തിൽ മലയാള പരിഭാഷ ഞാനിപ്പോൾ പറയുന്നില്ല. ഇത് ഞാൻ പറയാൻ കാരണം, BJP-യുടെ ആദിമ രൂപമായിരുന്ന ഹിന്ദു മഹാസഭ, ആ ഹിന്ദു മഹാസഭ 1937-40കളിൽ
നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലും സിന്ധിലും ബംഗാളിലും അന്നത്തെ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗുമായി ചേർന്ന് തന്നെ സഖ്യകക്ഷിയായി എങ്ങനെ അന്നത്തെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് ഈ ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കാര്യങ്ങളിൽ അന്നുണ്ടായ തർക്കവും പിന്നീട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ അത് കുറേ നാൾ നീണ്ടു നിന്നതാണ് ആ വിഷയങ്ങളിൽ. അങ്ങനെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭകൾ രാജിവെച്ചപ്പോൾ ഹിന്ദു മഹാസഭയിൽ തന്നെ മറ്റൊരു കാര്യം, ഈ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ആരുടെ മന്ത്രിസഭയിലായിരുന്നു ധനകാര്യമന്ത്രിയായിരുന്നത് എന്നുകൂടി BJP-ക്കാർ മറന്നു പോകരുത്. ഇറ്റ്സ് എ മാരേജ് ഓഫ് കൺവീനിയൻസ്. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഞാൻ ഈ ബംഗാളിൻ്റെയും സിന്ധിൻ്റെയും നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിൻ്റെയും കാര്യം പറഞ്ഞത് ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിൻ്റെ കാര്യം കൂടി സൂചിപ്പിക്കാനാണ്. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നമ്മളെല്ലാം പഠിച്ചു വരുന്നത് എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ അർദ്ധ സംസ്ഥാനങ്ങളായി മാറി, അത് ഡൽഹി പോലെ, പിന്നീട് അത് കഴിഞ്ഞ് പൂർണ്ണ സംസ്ഥാനങ്ങളായി, ഗോവ പോലെ എല്ലാം മാറുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ എന്താ കാണുന്നത്? ഇത് ഈ ഒരു സംസ്ഥാനം തന്നെ ഇല്ലാതാവുക, 28 സംസ്ഥാനങ്ങളായി ചുരുങ്ങുക, ആ സംസ്ഥാനത്തെ രണ്ടായി കീറിമുറിക്കുക, ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന MLA-മാരേ ഇല്ല, അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ഒരു ലെജിസ്ലേച്ചർ ഉണ്ടായിരുന്നു, അത് ഇല്ലാതാവുക. തീരുന്നില്ല. മറുഭാഗത്ത് ഇപ്പോൾ നമ്മൾ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ട് BJP-യുടെ സ്ഥാനാർത്ഥികളില്ല. അപ്പോൾ ഹരിദാസ് ചേട്ടൻ പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും മത്സരിച്ചോളാമെന്നൊന്നും തീരെഴുതി തന്നിട്ടില്ല. ശരി, നല്ലത്, അത് അവർക്ക് അത്തരത്തിൽ തീരുമാനമെടുക്കാം. എൻ്റെ ചോദ്യം, അവിടെ എന്തുകൊണ്ട് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല? അതാണ് വിഷയം. ആ ജനങ്ങൾക്ക് അവർക്ക് MLA-മാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം തന്നെ രണ്ട് ഭാഗത്തും വലിച്ചു ചീന്തപ്പെട്ടു. ഒരു ഭാഗത്ത് ഇനി അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പേ ഇല്ല, കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ്. കേന്ദ്രഭരണ പ്രദേശമായി മാറുമ്പോൾ അവിടെ ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹിയിലൊക്കെ ഉള്ളതുപോലെ ഞാനാണ് സർവാധികാരി എന്നുള്ള നിലയിലേക്ക് വരിക. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മീതെ അത്തരത്തിലൊരു ഏജൻറ്റ് അത്തരത്തിൽ ഈ കാര്യങ്ങൾ നടത്തുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെ സക്സേന ഇവിടേക്ക് വന്ന് ചില പ്രവർത്തനങ്ങളെല്ലാം നടത്തിയല്ലോ. നഗ്നമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണെന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഈ ജമ്മു കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, അതിന് പാകമായില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ എങ്ങനെ പാകമായി? അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തങ്ങൾക്ക് അത്തരത്തിലുള്ള റീച്ച് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ, അത്തരത്തിൽ അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രമേ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുള്ളൂ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്നുള്ളതല്ലേ. ഇത് വാസ്തവത്തിൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കുന്നതാണ് BJP ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ദ മോക്കറി ഓഫ് ഡെമോക്രസി എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. ആ ചരിത്രത്തിൽ നിന്നാണ് BJP വന്നിട്ടുള്ളത്, ആ ചരിത്രമാണ് ഉൾക്കൊള്ളുന്നത്, ആ ചരിത്രമാണ് അവർ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് അപകടകരമായ പോക്കാണ്. ശ്രീ KVS മറുപടി പറയാമെങ്കിൽ പറഞ്ഞോളൂ. അല്ല, സമ്പത്ത് നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ശ്യാമപ്രസാദ് മുഖർജി ഹിന്ദു മഹാസഭയും വിട്ട് കോൺഗ്രസ്സിൽ വന്നു. 47-ലെ ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിൽ അദ്ദേഹം അംഗവുമായിരുന്നു. അതിനുശേഷം കാശ്മീർ പ്രശ്നത്തിൽ നെഹ്റുവുമായിട്ട് ഇടഞ്ഞ് നെഹ്റുവിയൻ പോളിസിയുമായിട്ട് അതിനെ എതിർത്ത് പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്ത് വന്നതിന് ശേഷം 1950-ലാണ് ജനസംഘം ഉണ്ടാക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ് ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം ഉണ്ടാക്കുന്നത്. ജനസംഘത്തിന് ഹിന്ദു മഹാസഭയുടെ ഒരു പിൻ തലമുറയൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, ഹിന്ദു മഹാസഭയുടെ തുടർച്ചയാണ് ജനസംഘം എന്നൊക്കെ. പക്ഷേ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘം രൂപീകരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച്, നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷമാണ്. ആ ചരിത്രം മറന്നു പോകരുത്. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സമ്പത്തിനെ അറിയാത്തതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ സമ്പത്ത് അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കുന്നത് രാഷ്ട്രീയമായിട്ട് താങ്കൾക്ക് ഗുണം ചെയ്യുമായിരിക്കും. പക്ഷെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടാണ് ശ്യാം ബാബു ജനസംഘം രൂപീകരിക്കുന്നത്. അതാണ് ചരിത്രം. 1950-ല്. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇല്ല, ഹിന്ദു മഹാസഭയും മുഹമ്മദ് അലി ജിന്നയുടെ അന്നത്തെ മുസ്ലിം ലീഗും ചേർന്ന് 3 പ്രവിശ്യകളിൽ മന്ത്രിസഭ ഉണ്ടാക്കിയതിനെ പറ്റിയാണ്. ശരി, നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ്. ഹിന്ദു മഹാസഭയുടെ ബാക്കിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു നാണക്കേട് തോന്നുന്നുണ്ട്. ശരി, അമേഠിയിൽ നിന്ന് എന്തിന് രാഹുൽ ഗാന്ധി പോയി എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.